യു.ഡി.എഫിനും എൽ.ഡി.എഫിനും വടക്കാഞ്ചേരിയിലേത് പ്രസ്റ്റീജ് പോരാട്ടമാണ്. ലൈഫ് വിവാദത്തിന് തിരികൊളുത്തിയ ഇടമെന്നതും ജില്ലയിലെ യു.ഡി.എഫിന്റെ ഏക സിറ്റിംഗ് സീറ്റെന്നതും വടക്കാഞ്ചേരിയെ ശ്രദ്ധേയമാക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 43 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി അനിലക്കര ഇവിടെ വിജയിച്ചത്. ജില്ലയിലെ 13 സീറ്റിൽ യു.ഡി.എഫ് വിജയിച്ച ഏക മണ്ഡലമാണിത്. കോൺഗ്രസ് പാരമ്പര്യമുള്ള മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇത്തവണ സേവ്യർ ചിറ്റിലപ്പിള്ളിയെയാണ് എൽ.ഡി.എഫ് രംഗത്തിറക്കിയിട്ടുള്ളത്. സിറ്റിംഗ് എം.എൽ.എയായ അനിലക്കര തന്നെയായിരിക്കും യു.ഡി.എഫിന് വേണ്ടി ഇവിടെ രംഗത്തിറങ്ങുകയെന്നാണ് സൂചന. പിണറായി സർക്കാരിനെ ഏറെ ചീത്തപ്പേരുണ്ടാക്കിയ ലൈഫ് വിവാദത്തിന് തിരികൊളുത്തിയ ഇടമെന്നതിനാൽ ഇരു കൂട്ടർക്കും ഇവിടെ പ്രസ്റ്റീജ് പോരാട്ടമാണ്. ലീഡർ കെ കരുണാകരന്റെ മകൻ മുരളീധരനെ അട്ടിമറിച്ച മണ്ഡലമെന്ന സവിശേഷതയും വടക്കാഞ്ചേരിക്കുണ്ട്. 2004-ൽ വൈദ്യുതി മന്ത്രിയായി ചുമതലയേറ്റ ശേഷം കെ മുരളീധരനെ സുരക്ഷിത മണ്ഡലമായി പാർട്ടി കണ്ടെത്തിയത് വടക്കാഞ്ചേരിയായിരുന്നു. ഇതിനായി ലീഡറുടെ വലങ്കൈയായിരുന്ന വി ബലറാം എം.എൽ.എ സ്ഥാനം രാജിവെച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ മലർത്തിയടിച്ചാണ് എ.സി. മൊയ്തീൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കരുത്താർജിച്ചത്. 1957-ൽ ദ്വയാംഗ സംവരണ മണ്ഡലമായ വടക്കാഞ്ചേരിയിൽ സി.ജി. അയ്യപ്പൻ, കെ കൊച്ചുകുട്ടൻ എന്നിവർ ജനപ്രതിനിധികളായി. 1960-ൽ കെ ബാലകൃഷ്ണ മേനോനും കെ കൊച്ചുകുട്ടനും ജനപ്രതിനിധികളായി. 1965-ലും 67-ലും സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ എൻ.കെ. ശേഷനും 1970-ൽ എൽ.ഡി.എഫിന്റെ എ.എസ്.എൻ. നമ്പീശനും വിജയിച്ചു. 1977, 80, 82, 87, 91 കാലഘട്ടങ്ങളിൽ യു.ഡി.എഫിന്റെ കെ.എസ്. നാരായണ നമ്പൂതിരി തുടർച്ചയായി വടക്കാഞ്ചേരിയുടെ സാരഥിയായി. 1996, 2001 കാലഘട്ടത്തിൽ അഡ്വക്കേറ്റ് വി ബലറാം വിജയിച്ചു. 2004, 2006 തെരഞ്ഞെടുപ്പുകളിൽ എ.സി. മൊയ്തീൻ വിജയക്കൊടി നാട്ടി. 2011-ൽ സി.എൻ. ബാലകൃഷ്ണൻ വിജയിച്ച് സഹകരണ മന്ത്രിയായി. 2016-ൽ അനിലക്കര വടക്കാഞ്ചേരിയിൽ വിജയം കുറിച്ചു. ടി.സി.വി ന്യൂസ്, തൃശൂർ.